നമസ്കാരം സുഹൃത്തുക്കളെ. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഈ ലൈവ് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടതെന്ന് കരുതിയാണ്. പക്ഷേ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ എറണാകുളത്തെ പ്രശസ്തമായ ഒരു റിസോർട്ടിൻ്റെ ഒരു സംഭവം ഉണ്ടായി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ റിസോർട്ടിൻ്റെ റെസ്റ്റോറൻറ്റിൽ ഒരു ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ KL 39H1125 അങ്ങനെ എന്തോ ഒരു നമ്പറിലൊരു വണ്ടി 39H ആണെന്നാണ് തോന്നുന്നത്. പക്ഷേ 1125 വണ്ടി നമ്പർ. ഒരു കിയ ബ്ലാക്ക് കളർ വണ്ടി. അപ്പോൾ നമ്മുടെ തമ്പനയിൽ തന്നെ കാണാൻ കാറിൻ്റെ ഫോട്ടോ ഉണ്ടാവും, ഞാൻ കൊടുത്തിട്ടുണ്ട് തമ്പനയിൽ. അപ്പോൾ ഇവർ വന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ റെസ്റ്റോറൻറ്റിലേക്ക് പോയി ഫുഡ് കഴിക്കാൻ പോയി. തിരിച്ച് വരുന്ന സമയത്ത് അവിടെ ആ സെക്യൂരിറ്റി ഉണ്ടാകുന്ന സമയത്ത് പെണ്ണ് വണ്ടിയൊക്കെ ഒതുക്കിയിട്ടിരിക്കുകയാണ്. ഈ ലേഡിയാണ് വണ്ടി ഓടിച്ചിരുന്നത്. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വണ്ടിക്കകത്ത് കയറിയിട്ട് നേരെ ഫ്രണ്ട് ഓഫീസിൻ്റെ റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഓഫീസിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തി. അപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ചോദിച്ചത് എന്താണ് നിർത്താൻ. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിലേക്ക് വന്നതാണ്, ഞങ്ങൾ ഗസ്റ്റിനെ വെയിറ്റ് ചെയ്യണം, ഞങ്ങളുടെ ഒപ്പം ഗസ്റ്റ് ഉണ്ട് ഈ പെണ്ണ് പറഞ്ഞു. അപ്പം ഞാൻ ആ ഫ്രണ്ട് ഓഫീസിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ ഒരു ചങ്ങായി അവിടെ ഇരിക്കുന്നുണ്ട്. ഇവളുടെ ഒപ്പം വന്നതാണ്. ഇവളുടെ ഭർത്താവാണോ ഇനി വേറെ ആരെങ്കിലും ആണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പം ഇവൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ നേരെ കുറേ സമയം അവിടെ ഇങ്ങനെ ഇരുന്ന് അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് പത്രം നോക്കിയിട്ട് മൊബൈലൊക്കെ നോക്കിയിട്ട് അവിടെ ഇരുന്നിട്ട് ഇവൻ പുറത്ത് വന്നിട്ട് ഇവനും കാറിൽ കയറി. അതിന് മുന്നേ ഇവൻ എന്ത് ചെയ്തു, ഈ പെണ്ണ് ആ വണ്ടി അവിടെ ഇട്ടു. ഞാൻ 5 മിനിറ്റ് നോക്കിയിട്ട് കണ്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വണ്ടി പുറകോട്ട് തന്നെ ഇടണം, പുറകോട്ട് നിർത്തി പാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇവളെ വിളിച്ചു. കാറായിട്ട് വന്നതിൻ്റെ ശേഷം ഇവൻ കയറി അതിനകത്തിരുന്നു. അപ്പോൾ ഞാൻ അപ്പോൾ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സെക്യൂരിറ്റി മറ്റേ സെക്യൂരിറ്റിയോട് സംസാരിച്ചതിന് ശേഷം തിരിച്ചു വരുന്ന ടൈമിൽ കാറ് ഈ റമദാൻ റിസോർട്ട് കയറി വരുന്ന വഴിക്ക് ആ പാർക്കിങ്ങിൻ്റെ ഇടയിൽ ഒത്ത സെൻറ്ററിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പം അവിടെ ആ സെക്യൂരിറ്റി മാറ്റാൻ പറഞ്ഞേക്ക് അയാൾ പറഞ്ഞു 2 മിനിറ്റ് എന്ന് പറഞ്ഞു. 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഡോറിൻ്റെ ഉള്ളിൽ കയറി കാറിനകത്ത് മറ്റവളുമായിട്ട് ഇങ്ങനെ ശൃംഗരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാറിലെ ഓടിക്കുന്ന പെണ്ണിട്ട്. അപ്പം കുറച്ച് നേരം കൂടി സെക്യൂരിറ്റി വെയിറ്റ് ചെയ്തതിന് ശേഷം അയാളോട് പറഞ്ഞു വണ്ടി ഒരു സൈഡിൽ ഇടാൻ പറഞ്ഞു. പറഞ്ഞു ഇവിടെ വേറെ ഒന്നും വണ്ടിയൊന്നും ഇല്ല, വണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ മാറ്റാം, ഇവിടെ വേറെ തിരക്കൊന്നും ഇല്ല, ഓക്കെ മാറ്റാമെന്ന് പറഞ്ഞിരിക്കണം. അപ്പോൾ ഇവൻ ലേശം ചൂടായിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ ആ സെക്യൂരിറ്റി പറഞ്ഞു നിങ്ങളെന്നെ തല്ലരുത്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗസ്റ്റുകൾ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളോട് ഭയങ്കര ദേഷ്യമാണ്. അപ്പം ദേഷ്യപ്പെട്ടതൊന്നുമില്ല, കാര്യത്തിൽ സംസാരിച്ചെന്ന് പറഞ്ഞു അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു നിങ്ങളുടെ ഈ വർത്തമാനം കെട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ദേഷ്യപ്പെട്ടവനായിരിക്കുമല്ലോ, എന്നെ തല്ലിക്കൊല്ലരുതെന്ന് സെക്യൂരിറ്റി പറയുകയും ചെയ്തു. അപ്പോൾ ഉടനെ ഇവൻ്റെ മൊബൈൽ ഫോൺ ഓൺ ആക്കിയിട്ട് ക്യാമറ എടുത്തിട്ട് സെക്യൂരിറ്റിയോട് പറഞ്ഞു നിങ്ങൾ മദ്യപിച്ചിട്ട് സംസാരിക്കുന്നത് പറഞ്ഞു. അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു അല്ല മദ്യപിച്ചിട്ടല്ല. അപ്പോൾ ഇവന് ഉടനെ ഫോട്ടോ എടുത്തു. എന്നാൽ ശരി ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ വിശ്വാസം ഉണ്ടോ, ഓക്കെ ശരി അങ്ങനെ കണക്കാക്കിയാൽ മതി എന്ന് പറഞ്ഞ് സെക്യൂരിറ്റി പറഞ്ഞിരിക്കണം കേട്ടോ. ഉടനെ തന്നെ സെക്യൂരിറ്റി ഇയാളുടെ ഫോട്ടോ എടുത്തു. ഇയാളുടെ ഫോട്ടോ അല്ല, ബാക്കിൽ പോയിട്ട് വണ്ടീൻ്റെ ഫോട്ടോ എടുത്തു. അപ്പോൾ KL 39H1125 ആ വണ്ടി നമ്പർ. H അല്ലെങ്കിൽ M, ചെറിയൊരു എന്തെങ്കിലും മാറ്റമുള്ളൂ. ആ തമ്പനയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവൻ ഹോട്ടലിൽ വന്നു കഴിഞ്ഞാൽ ഹോട്ടലിൻ്റെ ഫുഡ് കഴിച്ച് വേഗം പോവുകയാണ്. അപ്പോൾ ഇവൻ്റെ ഒപ്പം 2 പെണ്ണുങ്ങളും കൂടി വേറെ വരാണ്ട. ഇവൻ മാത്രമല്ല അതിന് ആളായിട്ടേ ഉള്ളൂ, ബാക്കിയൊക്കെ പെണ്ണുങ്ങളെ. കാർ ഓടിക്കുന്ന പെണ്ണാണെന്ന് പറഞ്ഞു, പിന്നെ 2 പെണ്ണുങ്ങൾ. കാരണം ഇവനിങ്ങനെ അവിടെ വരാനായിട്ട് ഇവൻ്റെ ഒന്നെങ്കിൽ വൈഫോ റിലേറ്റീവ്സോ ആവൂല, ഏതെങ്കിലും ഇവന് പരിചയമുള്ള ഏതെങ്കിലും പെണ്ണിനെ ആയിട്ട് അവിടെ വന്നതാവും. എന്തായാലും അവൻ അവിടെ വന്നിട്ട് കസർന്ന് കണ്ടേക്ക് സെക്യൂരിറ്റി എന്ത് ചെയ്തു, ഇവൻ്റെ സെക്യൂരിറ്റിയുടെ ഫോട്ടോ എടുത്തൊക്കെ അയാൾ എന്ത് ചെയ്തു, ബാക്കിൽ പോയിട്ട് ഇവൻ കണ്ടോ ഇല്ലയോ എന്നുള്ള അറിയില്ല, ഇപ്പോൾ കണ്ടാലും കുഴപ്പമൊന്നുമില്ല, അയാൾ ഈ കാറിൻ്റെ ഫോട്ടോ എടുത്തു. അങ്ങനെയാണ് ഈ കാറിൻ്റെ ഫോട്ടോ നമുക്ക് കിട്ടുന്നത്. ഈ ഫോട്ടോ വെച്ചിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. കാരണം അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റികൾ അവരുടെ ഡ്യൂട്ടി നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു സ്ഥാപനത്തിലായാലും സെക്യൂരിറ്റി പറയുമ്പോൾ പട്ടിയുടെ വില പോലെയാണ് ഇത് കണക്കാക്കുന്നത്. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല. അതിനാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം. അപ്പോൾ ഒന്നെങ്കിൽ ഇവനെ റിലേറ്റീവ്സ് ആവും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പൊക്കിക്കൊണ്ട് വന്ന പെണ്ണുങ്ങളാവും. ആരായാലും അവരുടെ മുന്നിൽ ഷൈൻ ചെയ്യാനുള്ള പരിപാടിയാണ് ഇവർ ചെയ്തത്. ഇവൻ അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു, കുറേ സംസാരിക്കുന്നു, ഫോൺ വിളിക്കുന്നു. പൊതുവെ ഒരു റിസോർട്ട് എന്ന് പറയുമ്പം എല്ലാ ആളുകളും വരുന്നതാണ്. കാരണം ഇവിടെ വരുന്നതൊന്നും പണക്കാരെ വരുള്ളൂ, ഇവിടെ VIP ആൾക്കാരൊക്കെ തന്നെ ഇവിടെ വരുള്ളൂ, അല്ലെങ്കിൽ പാവപ്പെട്ടവരാരും വരില്ല. ഈ കൂലിപ്പണിക്ക് പോകണതിലൊന്നും ഇവിടെ വരില്ല.
അപ്പോൾ ഏത് റിസോർട്ടിൽ ഏത് ഹോട്ടലിലും മുന്നിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ മാനുമായിട്ടുള്ള അവിടെ സെക്യൂരിറ്റി പറഞ്ഞ് നിൽക്കാം. അതല്ലാതെ അവന് തോന്നി വരിക്കില്ല. നേരെ മറിച്ച് അവൻ്റെ സ്ഥാപനത്തിലൊരു സെക്യൂരിറ്റി ജോലി ചെയ്യുകയാണെങ്കിൽ അവൻ സമ്മതിക്കുമോ എന്ന് പറഞ്ഞ പോലെയാണ് അവിടുത്തെ സെക്യൂരിറ്റി ഡ്യൂട്ടിയാണ് ചെയ്തത്. തിരിച്ചു വേണം സെക്യൂരിറ്റിക്ക് അവൻ്റെ ഫോട്ടോ എടുക്കാമായിരുന്നു. അപ്പോൾ പിന്നെ അത് ഒച്ചപ്പാടാവും, അടിയാവും, പിടിയാവും. അപ്പോൾ പിന്നെ നോക്കി നിൽക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഗസ്റ്റാണെന്ന് വെച്ചിട്ട് അപ്പം നമ്മൾ എന്തോ ഒരു അങ്ങനെ താന്നു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ സെക്യൂരിറ്റി അയാളുടെ ബാക്കിൽ പോയി അയാൾ വണ്ടീൻ്റെ ഫോട്ടോ എടുത്തു. അപ്പോൾ ഇവിടെ അവിടുത്തെ സൂപ്പർവൈസർമാരും മാനേജർമാരൊക്കെ വലിയ ക്ലാസ് എടുക്കും സെക്യൂരിറ്റിയോട്. നിങ്ങൾ ഗസ്റ്റുകൾ വരുമ്പോൾ സ്നേഹത്തോടെ നിൽക്കണം, മറ്റേത് നിൽക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഇവർ ചെയ്യണമെന്നൊരു പണിയില്ല. ഇവന് ചെയ്ത പോക്കിരുത്തരെന്ന് ആരും ചെയ്യാനും ഉണ്ടാവില്ല, പറയാനും ഉണ്ടാവില്ല, അത് കേൾക്കാൻ ഉണ്ടാവില്ല. സെക്യൂരിറ്റിൻ്റെ ഭാഗത്തേ കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനത്തെ ചില ആളുകളൊക്കെ ഉണ്ട്. ഓൻ കള്ളവടി വെക്കാനോ അല്ല പെണ്ണ് പിടിക്കാനോ കഴിഞ്ഞ് റൂം എടുക്കാനോ വന്നോട്ടെ, അല്ല ചായ കുടിച്ചിട്ട് പോട്ടെ, അല്ല ബാറിൽ പോകണോ പോയിക്കോട്ടെ, അതൊന്നും നമുക്കൊരു വിഷയമില്ല. പക്ഷേ ഇവിടെ ഈ സെക്യൂരിറ്റിൻ്റെയൊക്കെ നേരെ വെക്കിട്ട് കയറുമെന്ന് പറഞ്ഞാൽ നമുക്ക് കംപ്ലയിൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്യും. ശരിയെന്ന് ഇത്രയും പറഞ്ഞ് നിർത്തുകയാണ്. ബൈ. ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, പണം ഉണ്ടെന്ന് വെച്ചിട്ട് എന്തും ചെയ്യാൻ പാടില്ല. ഓക്കെ.